ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ മുന്നണികളെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമാക്കി. ഇതിനിടയിൽ CPM-ന് തുടർച്ചയായി തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രചരണ രംഗത്തുള്ള അണികളുടെ ഊർജം ചോർത്തുകയാണ്. CPM അനുഭാവികൾ പ്രതികളായ പാനൂർ ബോംബ് സ്ഫോടന കേസ് പാർട്ടിക്ക് സംസ്ഥാന തലത്തിൽ തന്നെ നാണക്കേടുണ്ടാക്കി. UDF സ്ഥാനാർത്ഥികളും നേതാക്കളുമെല്ലാം CPM ബോംബ് രാഷ്ട്രീയം തുടരുകയാണെന്ന ആരോപണം ഉന്നയിക്കുകയും ഇത് വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റുകയും ചെയ്തു. ബോംബ് നിർമ്മാണത്തിൽ 10ഓളം പേർ ഉൾപ്പെട്ടു, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ടത്ര അന്വേഷണമില്ല എന്നീ നിലപാടുകളും അന്തരീക്ഷത്തിലുണ്ട്. ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ടിട്ടും പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നില്ലെന്ന പ്രചരണമുണ്ടായതോടെ മറുപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ രംഗത്തെത്തി. ബോംബ് നിർമ്മാണത്തിൽ CPM-ന് പങ്കില്ലെന്നും പാർട്ടി സഖാക്കളെ അടിച്ച കേസിലെ പ്രതികളാണ് ബോംബ് നിർമ്മിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ പാർട്ടിക്ക് ആയുധമുണ്ടാക്കേണ്ട കാര്യമില്ല. ഷാഫി പറമ്പിലിൻ്റെ സമാധാന യാത്രയും ആരോപണങ്ങളും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നും MV ഗോവിന്ദൻ പറയുന്നു. കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിശദമായ അന്വേഷണം നടത്തി വരുന്നുണ്ട്. ഇതിൻ്റെ തുടർച്ചയായി CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയെ ED-യും ആദായനികുതി വകുപ്പും എറണാകുളത്ത് ചോദ്യം ചെയ്തിരുന്നു. സമാന്തരമായി CPM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപമുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിൽ റെയ്ഡും നടത്തി. ഇതിനുശേഷം CPM-ൻ്റെ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടുകൾ ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്ക് ഇത് വലിയ തിരിച്ചടിയായേക്കും. ഈ ബാങ്കിലെ ഒരക്കൗണ്ടിൽ പാർട്ടി വെളിപ്പെടുത്താത്ത 3.8 കോടി രൂപയുണ്ടെന്ന് ആദായനികുതി വകുപ്പിന് തെളിവ് ലഭിച്ചു. ഈ തുക പലതവണ അക്കൗണ്ടിലേക്ക് വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. ആദായനികുതി വകുപ്പിൻ്റെ തൃശ്ശൂർ യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുമ്പോൾ ബാങ്കിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെ പുറത്തു പോകാൻ അനുവദിച്ചുമില്ല. എറണാകുളത്ത് ED-യുടെ മൊഴിയെടുപ്പിന് ശേഷമായിരുന്നു ആദായനികുതി ഉദ്യോഗസ്ഥർ CPM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിൽ നിന്ന് മൊഴി ശേഖരിച്ചത്. ഈ അക്കൗണ്ട് വിവരങ്ങൾ ആദായനികുതി റിട്ടേണിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം MM വർഗീസ് വ്യക്തമാക്കിയിട്ടില്ല. കരുവന്നൂരിൽ 5 രഹസ്യ അക്കൗണ്ടുകൾ CPM-നുണ്ടെന്ന് ED പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. RBI-ക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ വിവരങ്ങളെല്ലാം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നൽകിയതോടെ CPM-ന് മറ്റൊരു അഴിയാക്കുരുക്ക് കൂടി കിട്ടി. ഇലക്ട്രൽ ബോണ്ടിൽ ഉൾപ്പെട്ട വിവാദ ഫാർമ കമ്പനികളിൽ നിന്ന് CPM പണം വാങ്ങിയെന്നതാണ് മറ്റൊരു ആരോപണം. വിവാദ ഫാർമ കമ്പനികളായ മേഘ എഞ്ചിനീയറിംഗ്, നവയുഗ എഞ്ചിനീയറിംഗ് എന്നിവയിൽ നിന്ന് CPM പണം വാങ്ങിയെന്ന് RSP നേതാവ് ഷിബു ബേബി ജോണാണ് ആരോപിച്ചത്. ഇലക്ട്രൽ ബോണ്ടിലൂടെ CPM പണം വാങ്ങിയിട്ടില്ലെന്നും കമ്പനികളിൽ നിന്ന് സംഭാവന സ്വീകരിച്ചിട്ടുണ്ടെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇതിന് മറുപടി നൽകുകയുണ്ടായി. ഇലക്ട്രൽ ബോണ്ടിൽ ഉൾപ്പെട്ട വിവാദ ഫാർമ കമ്പനികളിൽ നിന്ന് CPM പണം വാങ്ങിയെന്ന് കൊല്ലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഷിബു ബേബി ജോൺ പറഞ്ഞത്. ഇതുകൂടാതെ കിറ്റെക്സിൽ നിന്നും മുത്തൂറ്റിൽ നിന്നും പണം വാങ്ങി. യൂണിടെക്കും 2 തവണ പണം കൊടുത്തു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ഓഡിറ്റ് റിപ്പോർട്ടിലുള്ള പണം വാങ്ങിയ കണക്കുകളാണ് ഷിബു ബേബി ജോൺ പുറത്തുവിട്ടത്. വിവാദ കമ്പനികളിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്ന് പറയുന്ന CPM-ൻ്റേത് ഇരട്ടത്താപ്പാണെന്നും ഷിബു ആരോപിച്ചിരുന്നു. എന്നാൽ നിയമപരമായി സംഭാവന സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റെന്നാണ് യെച്ചൂരിയുടെ നിലപാട്. CPM സംഭാവന സ്വീകരിച്ചതെല്ലാം സുതാര്യമായിട്ടാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംഭാവന കിട്ടിയ വിവരങ്ങൾ നൽകിയിട്ടുണ്ടെന്നും യെച്ചൂരി വിശദമാക്കി. ആരോപണങ്ങളും മറുപടികളുമെല്ലാം തെരഞ്ഞെടുപ്പ് വേദികളിൽ പ്രതിപക്ഷ നേതാക്കൾ വലിയ ചർച്ചയാക്കി മാറ്റി. CPM-നെ പ്രതിസന്ധിയിലാക്കുമെന്ന് ഉറപ്പാണ്. ഇതെല്ലാം പാർട്ടിക്കാണ് തിരിച്ചടിയാകുന്നതെങ്കിൽ സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്ന നടപടികളും കോടതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. വയനാട്ടിലെ ഹൈസ്കൂൾ അധ്യാപക നിയമനത്തിലെ സുപ്രീം കോടതി ഉത്തരവും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ഓഫീസറായ അനിതയ്ക്ക് നിയമനം നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവും സർക്കാരിന് തിരിച്ചടിയാണ്. രണ്ടും അംഗീകരിക്കേണ്ട സ്ഥിതിയാണ് ഒടുവിൽ സർക്കാരിന് വന്നത്. വയനാട്ടിലെ ഹൈസ്കൂൾ മലയാള അധ്യാപക നിയമനത്തിൽ 4 ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകാൻ ഒടുവിൽ തീരുമാനമായി. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് പുറത്തിറക്കി.
സുപ്രീം കോടതിയുടെ താക്കീതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായത്. അവിനാഷ്, റാലി, ജോൺസൺ, ഷീമ എന്നിവർക്ക് 1 മാസത്തിനകം നിയമനം നൽകണമെന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ അത് നടപ്പാക്കാത്തതിനാൽ കോടതിയലക്ഷ്യം ചൂണ്ടിക്കാട്ടി ഇവർ വീണ്ടും കോടതിയെ സമീപിച്ചു. നിയമനം നൽകിയില്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെതിരെ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന് സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. അതായത് ഈ 10-ാം തീയതിക്കുള്ളിൽ ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ജയിലിൽ അയക്കുമെന്ന് കോടതി പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജിനാണ് മുന്നറിയിപ്പ് നൽകിയത്. അവർ പ്രഥമ ദൃഷ്ട്യാ കോടതിയലക്ഷ്യം നടത്തിയെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. 2023 ഓഗസ്റ്റ് 9 പുറത്തു വന്ന റാങ്ക് പട്ടികയിൽ നിന്ന് നിയമന നടപടികൾ തുടങ്ങിയ ഘട്ടത്തിലാണ് പഴയ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ കോടതിയെ സമീപിച്ചത്. എന്തായാലും വയനാട്ടിലെ ഹൈസ്കൂൾ മലയാളം അധ്യാപക നിയമനത്തിൽ ഉത്തരവ് മനഃപൂർവ്വം നടപ്പാക്കിയില്ലെന്ന കോടതിയലക്ഷ്യ ഹർജിയെ തുടർന്ന് 4 പേർക്കും സർക്കാർ നിയമന ഉത്തരവ് നൽകിയിരിക്കുകയാണ്. സർക്കാരിനേറ്റ വലിയ തിരിച്ചടിയായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇത് അവതരിപ്പിക്കുമെന്ന് ഉറപ്പാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി കൊടുത്തതിൻ്റെ പേരിൽ നഴ്സായ അനിതയ്ക്കെതിരെ ആരോഗ്യവകുപ്പ് നടത്തിയ പ്രതികാര നടപടിയാണ് സർക്കാരിന് വിനയായ ഒടുവിലത്തെ സംഭവം. ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റിയ അനിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ അത് നടപ്പാക്കാതെ അനിതയെ മാനസികമായി പീഡിപ്പിച്ച സർക്കാരിന് ഒടുവിൽ മുഖം രക്ഷിക്കാനായി അവർക്ക് നിയമനം നൽകേണ്ടി വന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലും ഹൈക്കോടതിയിലും പോയി അനിത അനുകൂല വിധി സമ്പാദിച്ചിട്ടും നിയമനം നൽകാൻ ആരോഗ്യവകുപ്പ് സമ്മതിച്ചില്ല. ഇത് വലിയ ചർച്ചാ വിഷയമാവുകയും വിവിധ രാഷ്ട്രീയ കക്ഷികളും മനുഷ്യാവകാശ സംഘടനകളുമെല്ലാം സമരവുമായി രംഗത്തെത്തുകയും ചെയ്തു. അനിതയും അതിജീവിതയും ആശുപത്രിക്ക് മുന്നിൽ സമരവും ഇരുന്നതോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ നാണക്കേട് ഉണ്ടാവാതിരിക്കാൻ സർക്കാർ അനിതയ്ക്ക് നിയമനം നൽകുകയായിരുന്നു. കോടതി വിധി പരിശോധിക്കാനെടുത്ത സമയം കൊണ്ടാണ് നിയമന നടപടികൾ വൈകിയതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പിന്നീട് പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസം അനിത തെറ്റ് ചെയ്തു എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പരാമർശം. അത് കോടതിയെ ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ്ടും മലക്കം മറിഞ്ഞിരിക്കുന്നു. ICUവിൽ വെച്ച് ഒരു സ്ത്രീയെ ഉപദ്രവിച്ചപ്പോൾ അതേക്കുറിച്ച് പറഞ്ഞ പരാതിക്കൊപ്പം നിന്നു എന്നതാണ് അനിത എന്ന് പറയുന്ന നഴ്സിംഗ് അസിസ്റ്റന്റിന് മേലുണ്ടായ ആരോപണം. ഇവർ പരാതിയുമായി മുന്നോട്ട് പോകരുതെന്ന് CPM അനുകൂല തൊഴിലാളി സംഘടനകൾ നിർദ്ദേശം നൽകുകയും ചെയ്തു. അതനുസരിക്കാത്തതിനാൽ NGO യൂണിയൻ നേതാക്കളുടെ നിരന്തര സമ്മർദ്ദത്തെ തുടർന്ന് ഇവരെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു. എന്നാൽ മാർച്ച് 31 ഹൈക്കോടതി ഉത്തരവിട്ടതനുസരിച്ച് ഏപ്രിൽ 1 കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അനിത ചാർജ് എടുക്കാനായി വന്നു. എന്നാൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോ കോളേജ് പ്രിൻസിപ്പലോ നഴ്സിംഗ് സൂപ്രണ്ടോ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടോ ഒന്നും തന്നെ ഇവരെ ജോലിക്ക് കയറാൻ അനുവദിച്ചില്ല. കാരണം സർക്കാർ പുതിയ ഉത്തരവിറക്കിയെങ്കിൽ മാത്രമേ ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവർക്ക് നിയമനം നൽകൂ എന്ന് പറഞ്ഞു. ഇത് രാഷ്ട്രീയ നേതാക്കൾ വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റിയതോടെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമൊക്കെ നിലപാട് തിരുത്തി. എന്ന് പറഞ്ഞാൽ കോടതി ഉത്തരവനുസരിച്ച് ഇവർക്ക് നിയമനം നൽകുന്നു എന്നർത്ഥം. മാത്രമല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ അനിതയ്ക്ക് പുനർനിയമനം നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന് വാർത്താ സമ്മേളനം വിളിച്ച് പറയേണ്ടിയും വന്നു. എന്നാലും ഈ അനിതയുടെ നിലപാടുകൾക്കെതിരെ സർക്കാർ തിങ്കളാഴ്ച കോടതിയെ സമീപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ CPMഉം സർക്കാരും ജനങ്ങളുടെ മുന്നിൽ കൂടുതൽ അപഹാസ്യരായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇടത് സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് തൊഴിലില്ലായ്മ തുടച്ചു നീക്കും, വിലക്കയറ്റം നിയന്ത്രിക്കും, പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കും, കാശ്മീരിൻ്റെ പ്രത്യേക പദവി തീരുമാനം ഒഴിവാക്കും തുടങ്ങിയവ മുന്നോട്ട് വെച്ചുള്ള പ്രകടന പത്രികയുമായിട്ടാണ്. എന്നാൽ നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പോരെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതെന്ന് പാർട്ടി അണികൾ തന്നെ ചോദിക്കുന്ന സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. ഒരു മന്ത്രി ഇത്രയും തരം താഴ്ന്നതിൽ അപമാനം കൊള്ളണം എന്നുവരെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങി. എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനും CPMനും തുടർച്ചയായി തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. അതിനനുസരിച്ചായിരിക്കും പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്ന ജനങ്ങൾ അവരുടെ മനസാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തുക.